ഹലോ ഗായ്സ്, വാട്സാപ്പിൽ നമ്മൾ പറയുന്നത് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ് ഗൈസ്. ഗൈസ് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്. ഇന്നും കുറച്ച് ദിവസം ഇച്ചിരി ഡിലേ ആയിരിക്കും ഗൈസ്. ഇങ്ങനെ ഡിലേറ്റഡ് നമ്മൾ വീഡിയോസ് കാര്യമൊക്കെ ഇടുന്നത്. കാരണം ട്യൂഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും വീഡിയോസ് മാക്സിമം ഇടാൻ നോക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തുമ്പോൾ 26 ഒന്നുമല്ലായിരുന്നില്ല ഗൈസ്. ഞാൻ ഇത്രയും ദിവസം നല്ലോണം കഷ്ടപ്പെട്ട് വൈബാക്കി നമ്മുടെ വീടിൻ്റെ 50% പണി തീർത്തിട്ടുണ്ട് ഗൈസ്. നീ വീട് തുടങ്ങിയപ്പോൾ തന്നെ കാണാൻ പറ്റും. കുറച്ച് ഡോറും സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ട്, ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് വില്ലേജസിൽ നിന്നും കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പതുക്കെ സെറ്റപ്പാക്കാൻ വരണം ഗൈസ്. അപ്പോൾ ഗൈസ് അധികം താമസിക്കാതെ നമുക്കെന്താ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വേണമെങ്കിൽ മുമ്പേ ഇതിലും കൂടുതൽ ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടുതൽ വീഡിയോ ആണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഇപ്പോൾ അധികം താമസിക്കുന്ന നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ വീട് ഗൈസ്. ഈ ടോർച്ചൊക്കെ എടുത്ത് മാറ്റും ഗൈസ്. വേറൊരു ടോർച്ച് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്, ഇപ്പോഴല്ല കുറച്ച്. ഇവിടെ ബാക്കിൽ ഞാൻ റഫായിട്ട് ഇട്ടേക്കുന്നത്. ഇച്ചിരി നമ്മുടെ വേൾഡും കാര്യമൊക്കെ ഇച്ചിരി ലൈറ്റ് ടൈപ്പൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അവിടെ ഈ ബാക്കിൽ ഇച്ചിരി പണി ചെയ്യാനുണ്ട്. പിന്നെ മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ചെറിയ സ്റ്റെപ്പ് ചെയ്തിട്ട് ഇവിടെ ലൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ മേളിലേക്കൊക്കെ പോയി സെറ്റിന് വീടൊന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഇതിലേക്ക് ഇങ്ങോട്ട് വേണ്ട. ഓക്കെ, ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ആ സ്റ്റെപ്പൊക്കെ ഞാൻ കിണ്ണനായിട്ട് പണിത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇത് മാത്രമല്ല, നമ്മുടെ വെപ്പൺസൊക്കെ പൊട്ടിയിട്ടുണ്ട് ഗൈസ്. വെപ്പൺസ് മീൻസ് ഈ അയൺ പിക്കാക്സൊക്കെ ഇത് 4-5 അയൺ പിക്കാക്സ് എങ്ങാണ്ടായിരുന്നു. പിന്നെ കുറേ മൈനിങ്ങിലെന്നല്ല, ഇതല്ല ആ ഗുഹയല്ലേ നല്ല സസ്പെൻസ് പൊളി. നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. അവിടെ ഞാൻ ഇച്ചിരി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഗൈസ്. ഞാൻ ഉള്ളിൽ ഡീപ്പ് സ്റ്റേറ്റ് ലെവലിലൊക്കെ ഞാൻ പോയിരുന്നു ഗൈസ്. അവിടെ ഇച്ചിരി കുറേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ അയ്യം കിട്ടി ഗൈസ്. പകുതി മുക്കാൽ ഈ പിക്കാക്സിന് വേണ്ടി ഞാൻ ചിലവാക്കി, പിന്നെ ഈ സോഡിന് വേണ്ടി ചിലവാക്കി ഗൈസ്. ബാക്കിയൊന്നും ഞാൻ ആക്സിനും ഒരെണ്ണം കണ്ട പൊട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അധികം താമസിക്കാൻ നമുക്ക് എക്സ്പ്ലോറിങ്ങിനൊക്കെ പോകും. അതുപോലെ നമ്മുടെ കയ്യിലുള്ള വുഡും കാര്യങ്ങളൊക്കെ പകുതി മുക്കാലും തിരിഞ്ഞ് കുറച്ചെങ്ങാണ്ടേ ഉള്ളൂ ഗൈസ്. അതിനാണ് ഞങ്ങൾ നേരത്തെ കാണിച്ച സാധനം ഗൈസ്. എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് പറയാൻ പറ്റുന്നത് അതൊക്കെ ഞാൻ അവിടെ നിൽക്കട്ടെ ഗൈസ്. നമുക്ക് നേരെ വീട്ടിലേക്ക് കയറാം. ആദ്യത്തെ ചുവടുവെപ്പ് ഗൈസ്. ഞാൻ ഇപ്പോഴും പറയുന്നു, പണിയൊന്നും തീർന്നിട്ടില്ല ഗൈസ്. സ്റ്റിൽ പ്രോഗ്രസ് ആണ് ഗൈസ്. ഇതേ കണ്ട, ഇതാണ് നമ്മുടെ വേറൊരു മുറി ഗൈസ്. ഇവിടെയൊക്കെ വല്ല ജനലകനെ വച്ചിട്ടുണ്ട്. ഉള്ളിൽ നിന്ന് കാണുന്ന പോലെയല്ല പുറത്തുനിന്ന് ഗൈസ്. കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്ക് നല്ല വൈബായിട്ട് തോന്നി ഗൈസ്. അതിൻ്റെ അത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബാൽക്കണി. ഇവിടെ നിന്ന് കണ്ട മുൻഭാഗം ഫുള്ള് കാണാൻ പറ്റും. അല്ല, ഇനി നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ട് ഇവിടേക്ക് ചെറിയൊരു ഇത് ഇച്ചിരി താത്തി വെക്കാൻ കഴിയില്ല. അപ്പോൾ ഇച്ചിരി ഷോ പോയി പോകും ഗൈസ്. അതെന്താ അവിടെ നിൽക്കട്ടെ ഗൈസ്. കണ്ട, ഇനി ഇതിൻ്റെ മേലിലേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ ഇച്ചിരി ചാടാതെ പറ്റാത്തതുകൊണ്ടാണ് ഗൈസ്. ഞാൻ കുറേ നോക്കി മാറ്റാൻ. എൻ്റെ പൊന്നെ, ഭാഗ്യം ഗൈസ് ചാവാത്തത്. ചാത്ത പണ്ടാരടങ്ങി പോയിന്. പിന്നെ ഇതാണ് നമ്മുടെ വേറൊരു മഴ. ഇവിടെ ഫുൾ അത്യാവശ്യം നല്ല ഓപ്പൺ ആയിട്ടുള്ളതാണ്. ഇങ്ങനെ ഗ്ലാസ്സൊക്കെ കിട്ടിക്കണമെന്ന് സെറ്റപ്പാക്കാൻ ഗൈസ്. ഇവിടെ ഫുൾ ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഗൈസ്. ഇവിടെ നോക്കിയാലും കാണാൻ പറ്റുന്നേ, ഇവിടെ നോക്കിയാലും കാണാൻ പറ്റും. അവിടെ നോക്കിയാലും കാണാം. ഒരു നേരം കൂടെ ഉണ്ട് ഗൈസ്. ഇവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇങ്ങനെ പണിത് വന്നപ്പോൾ പണിത് തന്നേ ഉള്ളൂ ഗൈസ്. വേറെ ഒന്നുമില്ല. പിന്നെ പണിത് ഇതാണ് നമ്മുടെ എക്സ്ട്രാ ഓർഡിനറി സ്റ്റെപ്പ് ഗൈസ്. ഇവിടെയാണ് ഞാൻ വേറൊരു എൻ്റെ ഒരു പണിപ്പുരയെന്നല്ല ഗൈസ്. ഇവിടെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ മേളിലത്തെ സാധനം ഇവിടെ മറ്റേ ലാൻഡിങ് ഇല്ലേ ഗൈസ്, അതൊക്കെ തൂക്കിയിട്ടാണ് ഇവിടെ സാധനം. പിന്നെ അവിടെ പുക പോകണൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. വഴിയെ വരുത്തും ഗൈസ്. ഇവിടെ നിന്ന് നോക്കിയാലും അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ നമ്മുടെ ഗുഹയുടെ സീക്രട്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു മരത്തിൻ്റെ ഫാമാണ് ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അത് ഉണ്ടാക്കി വന്നപ്പോൾ വേറെ എന്തോ പോലെ ആയിപ്പോയി ഗൈസ്. അന്ന് നമുക്ക് ഇതെന്തായിരുന്നാലും അങ്ങോട്ടൊക്കെ പോയിട്ട് പറഞ്ഞു തരാം ഗൈസ്. തൽക്കാലം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മേളിലേക്കും കൂടി മേളിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഇത് വേറെ നിലയൊന്നുമല്ലല്ലോ.
അല്ലല്ല, ഇനി മേളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ. ഇവിടെ ഞാൻ ലാനിനൊക്കെ തൂക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഇതാണ് നമ്മുടെ സ്റ്റോറേജ് ഏരിയ. ശരിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയും ചെസ്റ്റ് ഉണ്ടാക്കി ഇവിടെ വയ്ക്കാം. പക്ഷേ ഇത് തികയുമെന്ന് എനിക്ക് അറിഞ്ഞൂടൂ. ഒരു നിലയും കൂടി പോകേണ്ടി വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേസ് എന്താ സ്റ്റിൽ പ്രോഗ്രസിങ് ആണ് സ്റ്റോറേജ് സിസ്റ്റം. ഇതൊന്നും ഞാൻ പറഞ്ഞു പ്രോഗ്രസിങ്ങിലാണിത്. ഇങ്ങോട്ടൊക്കെ നോക്കിയൊരു സ്ഥലമുണ്ട്. അത് എൻ്റെ ഇടമില്ലാത്തതുകൊണ്ട് വെച്ചതാണ്. ഫ്യൂച്ചറിൽ നമുക്കറിയാം അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാം ഗൈസ്. അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാം നമുക്ക് ഫ്യൂച്ചറിലാകുമ്പോൾ. അതെന്നല്ല അവിടെ നിൽക്കട്ടെ. ഇവിടെയാണ് നമ്മുടെ ക്രാഫ്റ്റിംഗ് പരിപാടി. ഫർണസ് ഉണ്ട് ഇവിടെ, പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട് ഇവിടെ, പിന്നെ ഇവിടെ ഒരു സ്ഥലത്ത് ആൻവിലും പിന്നെ ഇവിടെ സൂപ്പർ സ്മെൽറ്ററും വെക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. ഞാൻ ഇത്രയും ചെയ്തത് എന്താ കുറേ 2 ദിവസം കണ്ട് ഞാൻ തീർന്ന് പണിയെടുത്ത് ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി ഗൈസ്. ഓക്കെ, ഇപ്പോഴും ഞാൻ ഇത് ഇറങ്ങാനും കയറാനും പഠിച്ചിട്ടില്ല ഗൈസ്. കിടക്കണം അവൻ്റെ സാധനം. അവനാണെങ്കിൽ അമ്പൊക്കെ ഉണ്ടായിരുന്നു. നല്ലത്. ഇവിടെ ഇതാണ് കുഴപ്പം ഗൈസ്. എവിടെയെങ്കിലുമൊക്കെ സ്പോണായി എന്താ ഫയറിങ് ഗൈസിന് ലൈറ്റ് ചെയ്യാത്തതുകൊണ്ടല്ലേ. ഇത് ബാക്കിലത്തെ ഡോറാണ്. ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ അധികം ആൾക്കാരൊന്നുമില്ല. മുന്നിൽ നമ്മുടെ പുറത്തെന്നുള്ള ടോട്ടൽ ഗൈസ്. നിങ്ങൾ ഇതൊക്കെ വിട്ടേക്കുന്നതല്ല. ഇവിടെയൊക്കെ നമുക്ക് ഗ്ലാസ് വെച്ച് ഫില്ല് ചെയ്യാനുള്ളതാണ്. പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കണ്ടേ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രീവിയസ് എപ്പിസോഡിൽ തന്നെ നമ്മൾ സെറ്റപ്പ്. ഇത് പ്രീവിയസ് എപ്പിസോഡിലൊക്കെ ഞാൻ ചെയ്തതാണ്. ഇപ്പോൾ അതെന്തെങ്കിലും അടച്ചു കിടക്കട്ടെ. ഇവിടെ ട്രാപ്പ് ഡോറൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കാനുണ്ട് ഗൈസ്. ഓക്കെ, ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ വലുതായിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഈ നമ്മുടെ ഐലൻഡ് ഫുള്ളൊന്ന് കത്തിപ്പിച്ചിട്ടുണ്ട്. പിന്നെന്താ ഇവിടെ ഇനിയും പ്രോഗ്രസിങ് ആണ് ഗൈസ്. അതൊക്കെ ഞാൻ വഴിയേ ചെയ്യാം ഗൈസ്. ഓക്കെ, അതെ ഒരു മിനിറ്റ് ഞാൻ താഴെ ഇറങ്ങി കാണിച്ചു തരാം ഗൈസ്. ഞാൻ എൻ്റെ മണ്ടയിൽ പോയിട്ട് ഇപ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ ടോട്ടൽ ഐലൻഡ് വ്യൂ ഗൈസ്. ചില്ലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇനിയും കൂടി അടിപൊളിയാവുമെന്ന് തോന്നുന്നു ഗൈസ്. ഇപ്പം എന്തായാലും കാണാനൊക്കെ ഒരു ചന്തം വന്നിട്ടില്ലേ എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. ഇനി ഗൈസ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അങ്ങോട്ടേക്ക് പോകണേക്ക് മുമ്പ് ഇവിടെ എവിടെയെങ്കിലും ഇവിടെ വലിയ ഗുഹയുണ്ട്. അത് മാത്രമല്ല ഗൈസ്, എനിക്ക് കുറച്ച് സാൻഡിൻ്റെ ആവശ്യം കൂടി ഉണ്ട് ഗൈസ്. സാൻഡിൻ്റെ ആവശ്യം കൂടി എന്തായാലും നമുക്ക് ആദ്യം അതെടുക്കാൻ പോകും. അതുപോലെ ഇവിടെ കുറച്ച് മെലനുണ്ട്. നമുക്ക് എന്തായാലും മെലൻ എടുക്കാൻ പോയി. ഇവിടെ എവിടെയോ ഒരു സ്ട്രിങ് ഉണ്ടായിരുന്നില്ല. അതേ കിടക്കണം. ഓക്കെ, സ്ട്രിങ് ദീപങ്ങളെ കാത്തുകൊള്ളണേ. യെസ്, ഡാമേജിങ് കിട്ടിയിട്ടുണ്ട് എങ്ങനെ ഇരിക്കുന്നത്. എന്നാലും നമുക്ക് കിട്ടിയ മെലനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വേഗം ഇവിടെ നിങ്ങൾ സ്ഥലം വിട്ടേക്കാം. എല്ലാ മെലനും നമ്മളത് ഇതെല്ലാം എൻ്റെ. പിന്നെ കുറച്ച് നമുക്ക് മറ്റേ ഇതില്ലേ ഷീൽഡിൻ്റെ ആവശ്യം കൂടി ഉണ്ട് ഗൈസ്. അതൊക്കെ ഞാൻ വഴിയെ പറയും. ക്രീപ്പർ ഒന്നെങ്ങനെ പൊട്ടിത്തെറിച്ചെന്ന് തോന്നുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് അത്യാവശ്യം വലിയ കേവാണ് ഗൈസ്. താഴേക്ക് പോകുന്നില്ല. മറ്റേ റെവീനാണെന്ന് തോന്നുന്നു. റെവീൻ. എന്തായാലും നമുക്ക് സാൻഡിൻ്റെ പരിപാടികൾ അങ്ങ് നോക്കിയേക്കാം. നമുക്ക് ആ സാൻഡൊന്നും പോരാ ഗൈസ്. കുറേ സാൻഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യത്തിൽ കൂടുതൽ സാൻഡ് വേണ്ടി വരും ഗൈസ്. നമുക്ക് വേണ്ടി വരുമെന്നല്ല, വേണം ഗൈസ്. ഇത് ഏത് സ്ഥലം? ഇത് കൊള്ളാലല്ലേ എൻ്റെ പൊന്നി. പോട്ടാൻ ഒന്നുമില്ല. പുറത്തേക്ക് വേണമേ. അടിയടാ 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 അടിയടാ. ഇവിടെ ഞാനിന്ന് രണ്ട് ടോർച്ച് കൊടുത്തില്ല ഞാൻ. ഓടിയോ ചത്ത്. എൻ്റെ പൊന്നെ, അത് ഇപ്പോൾ വടിയാവേണ്ട ഭാഗ്യത്തിന് വടിയായില്ലെന്നേ ഉള്ളൂ. കൊല്ലടാ, ചാവ് നീ ചാവണല്ലേ. അമ്പത് തീർന്നു. ഇനി ഡയറക്റ്റായിട്ട് അങ്ങ് വളഞ്ഞ് സാധനത്തിൻ്റെ ഏരിയയിലേക്ക് വളഞ്ഞ് വേഗം പോട്ടെ. സമയമില്ല. അപ്പം തന്നെ ഞാൻ പറഞ്ഞ സമയമില്ല. പെട്ടെന്ന് പോട്ടെ. ഓമ്മ കൂടി സമയമില്ല. പോയി. യെസ്,
ഓക്കെ, അപ്പോൾ അധികം താമസിക്കാതെ ഇവിടുത്തെ സാൻഡൊക്കെ ഞാൻ എടുക്കുകയാണ് ഗൈസ്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വന്നാലും ഞങ്ങൾ ഈ സാനിൻ്റെ ആവശ്യം കുറേ സാനിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. എന്തായാലും സാൻഡ് ഫുള്ള് ഞാൻ എടുത്തേക്കാണ്. ഈ സാൻഡ് ഇവിടെ പ്രത്യേകിച്ച് ഒരു സ്റ്റാക്കിന് മുകളിൽ എന്തായാലും നമുക്ക് സാൻഡ് വേണ്ടി വരും. ഒരു സ്റ്റാക്കൊന്നും പോരെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് സാൻഡ് വേണ്ടി വരും. അത്രയ്ക്ക് സാൻഡ് എല്ലാം എനിക്ക് വേണം. എല്ലാം എനിക്ക് വേണം. സാൻഡ് വേണം. എൻ്റെ അടുത്ത് കളിക്കരുത്, ഞാൻ പഴയ കളയാണ്. അവിടെ നമ്മുടെ ഐലൻഡിലെ ഇപ്പം എല്ലാം തികഞ്ഞൊരു ഐലൻഡ് ആയിട്ട് കുഴപ്പമില്ല. സാൻഡിന് വുഡ് എല്ലാം ഉണ്ട്. പിന്നെ നമുക്കാണെങ്കിൽ നല്ല വീടാണ്. വെണ്ടറകനെ പറഞ്ഞാൽ ആ സാധനങ്ങൾ ഇവിടെ നിന്ന് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം പോട്ടെ. അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അറ്റത്തെ സാധനങ്ങളൊക്കെ പൊട്ടിയാൽ ഗൈസ്. ഐ മീൻ നമുക്ക് അറിയത്തില്ല, മതിയാവില്ലേ. അങ്ങനെ താഴേക്ക് മാൻ പറഞ്ഞ മനസ്സിലാവില്ല മാന്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് അത് മാത്രമല്ല വേണ്ടത്. ഇച്ചിരി രാത്രി ഞാനാണെങ്കിൽ ബെഡ് എടുക്കാൻ മറന്നു പോയി. വേഗം സമയമില്ല. ഡ്രോൺ താന്ന് പറഞ്ഞ സ്പോണാവും. സമയമില്ലെന്ന് പറഞ്ഞാൽ സമയമില്ല. നമുക്ക് അടുത്ത ഏരിയ എക്സ്പ്ലോർ ചെയ്യാനല്ല. കളിക്കല്. പിന്നെ നമുക്കൊരു പ്രോബ്ലം വന്നേക്കുന്നത് ഫുഡിൻ്റെ കാര്യത്തിലാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. പ്രോബ്ലം ഇപ്പോൾ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ജാതി എന്താ ക്ഷാമം എന്നൊക്കെ പറഞ്ഞാൽ ജാതി ക്ഷാമം അതുള്ള കാര്യം പറഞ്ഞാൽ അത് ജാതി ക്ഷാമമാണ്. ഏത് കിടന്നുറക്കണം. ഞാൻ മേളിൽ പോകുന്നില്ല. ബെഡും കൂടി വന്നത് താഴെ വെക്കട്ടെ ഗൈസ്, ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോവുക കാര്യം. അയ്യോ, പെട്ടെന്ന് ഓട്ടില്ലെങ്കിൽ ഇവിടെ സ്പോണാവൂലേ. അയ്യോ കുറേ നാളെ കളിച്ചിട്ട് അതുകൊണ്ട് കൈവഴക്കൊക്കെ അങ്ങ് പോയി. എന്നാലും ഈ ബെഡ് പൊട്ടി. ഇനി പൊട്ടിക്കാൻ പറ്റുമോ? പൊട്ടിച്ച് താഴെ കൊണ്ടുവെക്കട്ടെ. ഇവിടെ നിന്നാണെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. താഴെ എടുത്ത് ചാടാനും പറ്റില്ല. ചാടണമെങ്കിൽ തന്നെ നമ്മൾ മേളിൽ കയറണം. ആ മേളിൽ കയറാൻ വരെ ഭയങ്കര പാടായിട്ട്. ഇത് ഏതോ സ്ഥലം. ഓടിപ്പോടി. പിന്നെ അവിടെ കുറേ അയൺ സ്മെൽറ്റ് ചെയ്യുന്ന ഇത്ര കുറേ അയണ്ട് കിട്ടി കഴിച്ചത്. ഇവിടെ ഇരിപ്പുണ്ട് കഴിച്ചോണ്ടാ. ഇതല്ല 43 അയൺ കിട്ടി കഴിച്ചു എനിക്ക്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ആവശ്യം വരും. സ്റ്റിക്ക് ചെയ്യട്ടെ അലമ്പല്. ഇട്ടത് ഇവിടെ ഇരുന്നിട്ട് ബാരലും കുറച്ച് സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. തൽക്കാലം അതവിടെ ഇരിക്കട്ടെ. ഗ്രാവൽ ഓക്കെ. ഇനി എന്താ വേണ്ടത്? സ്മെൽറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മേലും കൂടി എടുക്കാം. അതിന് കുറച്ച് വുഡ് വേണമല്ലോ. വുഡല്ല, ദേ കിടക്കുന്നു. നമുക്ക് ഇത്ര വുഡും കൂടിയേ ഉള്ളു കേട്ടു. 99 ഫുള്ള് വുഡാക്കട്ടെ. നമുക്കിതിൻ്റെ ആവശ്യം ഇനി നമുക്ക് വരില്ലെന്ന് തോന്നുന്നു. ഇത്രയും മതി. 13 വിട്ടിട്ട് സ്ലാബ് വിട്ടിരിക്കട്ടെ. മേളിൽ പോവാം. മേളിൽ പോവാലോ, പറന്നിരിക്കാലോ.
മേളിൽ പോയിട്ട് ഇവിടെയൊക്കെ ഇത് ഞാനൊരു ബെഡ്റൂം ആക്കാമെന്നാണ് കരുതിയത്. പക്ഷെ ഇനിയിപ്പോൾ അത് പറ്റുമെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് മേളിൽ പോട്ടെ. ഇതാണ് ഞാൻ കൺട്രോൾസ് താഴെ വീടില്ല. ഓക്കെ, ഇവിടെ ഇച്ചിരി ഒന്ന് ഇതെടുത്ത് സാനിറ്റ് വെച്ച്. ഓക്കെ, ഇനി നമുക്കത് ഇവിടെ കുറച്ച് തൽക്കാലത്തേക്ക് രീതി ഇവിടെ അങ്ങ് ഇരിക്കട്ടെ. നമുക്ക് ഈ സ്മെൽറ്റ് ആവുന്നതായിരിക്കും അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരികയാണ്. എന്നിട്ട് ചാടിയാൽ ഈ ബാൽക്കണി എടുത്ത് ചാടാൻ പോകും. എനിക്ക് പിന്നെ വയ്യ ഒരുമാതിരി. ഇവിടെ നിന്ന് ചാടും കരി ഇങ്ങോട്ടേക്ക് വരണം. ഇതൊരുമാതിരിയാണ്. ഉള്ള കാര്യം പറയല്ല. ഇതങ്ങ് പൊട്ടിയെടുത്ത് അവിടെ ഡീസോണ്ടാക്കുമ്പോഴും എനിക്ക് ചാവാൻ പേടിയില്ലടാ. പേടിയില്ല. ആരാന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരട്ടെ. എല്ലാവർക്കും കരിപ്പൊടി ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ എങ്ങോട്ടാ പോണേ? എക്സ്പ്ലോറിങ്. എന്തായാലും ബോട്ട് അവിടെ വെറുതെ കിടക്കുകയല്ലേ. ബോട്ട് വഴി പോകാൻ. അയ്യോ, ഈ കുരുപ്പ് ചാവട്ടെ. എനിക്കറിയാം കുരുപ്പ് ചാവൂലെന്ന്. അതല്ലേ ഞാൻ ബോട്ടിൽ കയറുക. വളക്കട്ടെ. എവിടെ നമ്മുടെ ഗുഹ? അങ്ങ് തപ്പി പിടിച്ചങ്ങ് പോണം. എവിടെ? അതേ കിടക്കുന്ന നമ്മുടെ ഗുഹ. അതേ കിടക്കുന്ന ഗൈസ്. അത് ശരിക്കും പറഞ്ഞൊരു വുഡ് ഫാം പോലെ ആക്കാനാണ് കരുത്. പക്ഷേ അങ്ങനെയായി വന്നപ്പോൾ ഇങ്ങനെയായി പോയതാണ് ഗൈസ്. അതിന് എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതങ്ങനെ ആയി പോയതാണ്. ഞാൻ ശരി അങ്ങനെ ഉദ്ദേശിച്ച പോലെ വന്നില്ല. ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ഉദ്ദേശിച്ച പോലെ വന്നില്ല. അതെ, ഇവിടെ ഇങ്ങോട്ട് ഞാൻ കുറേ ഇരുന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പ്ലോറിങ് ചെയ്ത് ഞാൻ മരിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇനിയിപ്പോൾ സോംബീസും ക്രീപ്പറൊന്നും സ്പോൺ ആവില്ലെന്ന് കരുതാം ഗൈസ്. ഓക്കെ, ഇവിടെയൊക്കെ ഫുള്ള് സ്ലാബിട്ട് അതൊക്കെ എനിക്ക് ഐഡിയ ഉണ്ട് ഗൈസ്. ഇവിടെ ഇത് കണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് കയറി ഒരു വുഡ് ഫാമാണെന്ന് തോന്നുന്നത്. എനിക്ക് സ്പ്രൂട്ട്സ് കുറേ വേണമല്ലോ. അതുകൊണ്ടായിരുന്നു ഞാൻ സ്പ്രൂട്ട്സ് ചെയ്ത്. പിന്നെ ജംഗിളിൻ്റെയും കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജംഗിളിൻ്റെയും കുറച്ച് ചെയ്തു. പക്ഷേ ഈ ജംഗിളിൻ്റെ ലീഫൊന്നും ഒരുമാതിരി ഇരിക്കുന്നു. എനിക്കത് അങ്ങോട്ടും പിടിയില്ല. അതുകൊണ്ട് ഞാനതങ്ങ് കട്ട് ചെയ്ത് കളയാൻ എഴുതിയപ്പോൾ ഉണ്ടാക്കിയതല്ലേ മുറിക്കണമെന്ന് എഴുതി ഞാൻ ഇത് ഇവിടെ തന്നെ വച്ചേക്കായിരുന്നു. എനിവേസ് ഡീപ് സ്കിറ്റിൻ്റെ ലെവലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഫുള്ള് ഐഡിയ ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പതിയെ ചെയ്യാം. ഡീപ് സ്കിറ്റിൻ്റെ ലെവൽ ഇവിടെ എങ്ങാണ്ടല്ലായിരുന്നു. ഈ താഴേക്ക് എങ്ങാണ്ട പോകണം ഗൈസ്. ഓക്കെ, ഇവിടെ ഇതാണെന്ന് തോന്നുന്നു. കണ്ട എവിടെ നിന്നാണത്? എവിടെ അടിയടാ കണ്ടേ? ഡീപ് സൈഡ് ലെവലാണത്. താഴെ ഇന്നലെ അങ്ങോട്ട് പോകണില്ല. അപ്പം നിങ്ങളിപ്പോൾ തന്നെ കണ്ടില്ലേ 2-3 സ്കെലട്ടൻസ്. ഓക്കെ, എന്നാലും നമുക്ക് അങ്ങോട്ടേക്ക് പിന്നെ പോവാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ.